Preschool Management, Unit 5, Part 4, Skill Development of ECC Staff. നമ്മൾ ECC സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടതും അവർക്കാവശ്യമായ ക്വാളിറ്റീസും റെസ്പോൺസിബിലിറ്റീസും റോളും എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു ഭാഗത്തിൽ പഠിക്കുന്നത് എങ്ങനെ നമുക്കൊരു ECC സ്റ്റാഫിൻ്റെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ പെരുമാറാനുള്ള സ്കില്ലുകളോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് ഒരാളിൽ സ്കില്ല് കുറവാണെങ്കിൽ വി ക്യാൻ ഇംപ്രൂവ് ഓർ വി ക്യാൻ ഡെവലപ്പ് സച്ച് സ്കിൽസ് ത്രൂ കണ്ടിന്യൂസ് ട്രെയിനിങ്. നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാം. സാധാരണ സ്കില്ലുകൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ടാവും ഒരാൾക്ക്. ഒന്ന് ഇൻബോണാണ്, അത് ജന്മനാ കിട്ടുന്നതാണ്. ചില ആൾക്ക് അത് ജന്മനാ കിട്ടാത്ത ആളുകൾ വി ക്യാൻ ട്രെയിൻ, നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാം. ഉദാഹരണത്തിന് പ്രസംഗിക്കാൻ കഴിവില്ലാത്ത ഒരാളെ കണ്ടിന്യൂസ് പ്രസംഗ പരിശീലനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി പ്രസംഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കഴിവുള്ള ആളുകളാണെങ്കിലും ഏത് ECC സ്റ്റാഫ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ദ എഫിഷ്യൻസി ഓഫ് സ്റ്റാഫ് ഈസ് മെയിൻറ്റെയിൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് റെഗുലർ ട്രെയിനിങ് പ്രോഗ്രാംസ് ബി ഓർഗനൈസ്ഡ്. അപ്പോൾ റെഗുലറായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മളെല്ലാവർക്കും കാണാം, ടീച്ചർമാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് കാണാം, ക്ലസ്റ്ററുകൾ. നമ്മൾ ചിന്തിക്കുക, എന്തിനാ ഇപ്പോൾ ടീച്ചർമാർക്ക് ട്രെയിനിങ് വേണം? ടീച്ചർമാർക്ക് ട്രെയിനിങ് കിട്ടിക്കൊണ്ടേയിരിക്കണം, എന്നാലേ നമ്മുടെ അപ്ഡേഷൻ സംഭവിക്കുള്ളൂ, നമ്മുടെ സ്കില്ല് ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഈവൻ കുട്ടികളുമായിട്ട് ഇടപെടാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാളെയും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. എനി പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ബട്ട് ഹു ഡസ് നോട്ട് ഹാവ് ദ റിക്വയർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ക്യാൻ ബി ഓൾസോ ബി ട്രെയിൻ. ഒരാൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ആവശ്യമായ ട്രെയിനിങ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, വി ക്യാൻ ട്രെയിൻ ദം, നമുക്ക് ട്രെയിൻ ചെയ്യാം. ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത അതെയാണ്. അപ്പോൾ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി ECC സ്റ്റാഫിന് നിരന്തരമായ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പ്രധാനമായും ഈ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഏതെല്ലാം ഏരിയയിലാണ് ഡെവലപ്മെൻറ്റ് വേണ്ടത് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വെറുതെ കുറേ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു IAS കൊടുക്കുന്ന ട്രെയിനിങ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ECC സ്റ്റാഫിന് കൊടുത്തിട്ട് കാര്യമില്ല. IAS മേഖല വേറെ, ടീച്ചിങ്ങിൻ്റെ മേഖല വേറെ. അപ്പോൾ ECC സ്റ്റാഫ് എന്ന രീതിയിൽ ഈ ഒരു ടീച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽപ്പർ അവർ ഏതെല്ലാം ദർ ആർ സം സ്പെഷ്യൽ ഏരിയാസ് that particular areas should be developed. So we have to give proper training to such prescribed areas or specific areas. ആ ഏരിയയിൽ മാത്രം പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. ഒന്നാമത്തത് ഏരിയാസ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് know the various principles of growth and development. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരു കുട്ടിയിൽ സംഭവിക്കുന്ന വളർച്ച, വികാസം, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കുട്ടിയിൽ വളർച്ച ഉണ്ടാവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്നത്, ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കണം സ്റ്റാഫിന്. രണ്ടാമത്തത് പ്ലാനിങ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ECC സെൻറ്റർ. എങ്ങനെയാണ് ഒരു ECC സെൻറ്ററിലെ ഒരു ദിവസത്തെ, ഒരാഴ്ചയിലെ, ഒരു മാസത്തിലെ, ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, നമ്മളതിന് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കണം. മറ്റൊന്ന് ഈസ് അവെയർ അബൌട്ട് ദ വേരിയസ് നീഡ്സ് ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. നീഡ്സ് ഓഫ് ദ ചൈൽഡ് പല രീതിയിലാവാം. ഫിസിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, ഇൻ്റലക്ച്വൽ നീഡ്സ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഈ ട്രെയിനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാം. അതേപോലെ തന്നെ ഈസ് ക്ലിയർ അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ എന്തിനാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. പല ടീച്ചേഴ്സാണ് ECC സെൻറ്ററിൽ ടീച്ചിങ് ഒക്കെ ചെയ്യും, പക്ഷേ അവർക്കറിയില്ല എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം, എന്തിനാ ഇപ്പോൾ ഈ 3 വയസ്സുള്ള കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. മറ്റൊന്ന് ഈസ് ഏബിൾ ടു പ്ലാൻ പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഫോർ ആൻ ECC സെൻറ്റർ. ECC സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റണം. അവിടെ ആർട്സ് ഫെസ്റ്റ് ഉണ്ടോ, സ്പോർട്സ് ഡേ ഉണ്ടോ, കളർ ഡേ ഉണ്ടോ,
എന്താണ് ഇങ്ങനെ ഓരോ ഡേ വരുമ്പോഴും അത് പ്ലാൻ ചെയ്യാൻ തക്ക രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. മറ്റൊന്ന്, ക്യാൻ യൂട്ടിലൈസ് റിസോഴ്സസ് വിച്ച് ആർ റെഡിലി അവൈലബിൾ ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ. പിന്നെ നമുക്ക് ലഭ്യമായ റിസോഴ്സുകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സുകളുണ്ട്. ആ റിസോഴ്സുകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. അതേപോലെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നോസ് ദ ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് വിച്ച് ആർ എഫക്റ്റീവ് വൈൽ വർക്കിംഗ് വിത്ത് യങ് ചിൽഡ്രൻ. പിന്നെ വ്യത്യസ്ത ടീച്ചിങ് മെത്തേഡുകളെ കുറിച്ച് അറിയണം. ഇപ്പോൾ നമുക്ക് മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്താണ്, കിൻഡർ ഗാർട്ടൻ എന്താണ്, പ്ലേ സ്കൂൾ എന്താണ്, അതേപോലെ തന്നെ ചൈൽഡ് സെൻറ്റേഡ് ടീച്ചിങ് എന്താണ്, ടീച്ചർ സെൻറ്റേഡ് എന്താണ്, ഇങ്ങനെ വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത്തരം ഏരിയകളിൽ ശ്രദ്ധിക്കണം. ഈസ് ഏബിൾ ടു ഇൻവോൾവ് ദ പാരൻസ് ആൻഡ് അതർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ECC സെൻറ്റർ. നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ടാവാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പാരൻസിനെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും ഒക്കെ കയ്യിലെടുക്കാനും അവരെ നന്നായിട്ട് ഈ മേഖലയിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും പറ്റും. ക്യാൻ മാനേജ് ദ എൻറ്റയർ ECC സെൻറ്റർ ആക്ടിവിറ്റീസ്, എക്യുപ്മെൻറ്റ്. പിന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ സെൻറ്റർ മാനേജ് ചെയ്യുന്നത് എങ്ങനെ, അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് മാനേജ് ചെയ്യുന്നത് എങ്ങനെ, ഫിനാൻസ് പണം എങ്ങനെ മാനേജ് ചെയ്യാം, കമ്മ്യൂണിറ്റി സപ്പോർട്ട് എങ്ങനെ മൊബിലൈസ് ചെയ്യാം, സൂപ്പർവിഷന് മേൽനോട്ടം എങ്ങനെ വഹിക്കാം, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ECC സ്റ്റാഫിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇനി പ്രോസസ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പ്രോസസ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ്, ആദ്യമായിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് പഠിപ്പിച്ച കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കുട്ടികളെ നടുവിലേക്ക് അങ്ങ് ഇടുക. ഇപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ വിദ്യാർത്ഥികൾ പോകാറുണ്ട്. എന്തിനാ പോകുന്നത്? നമ്മൾ തിയറി ഇങ്ങനെ കേട്ടിട്ട് നമ്മൾ പോകുന്നതല്ല കാര്യം, മറിച്ച് നമ്മൾ പോയിട്ട് കുട്ടികളുമായിട്ട് ഇടപെടുമ്പോഴാണ് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടറിയാം. എന്നതുപോലെ തന്നെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ടീച്ചറിനെ കൊണ്ടുപോയിട്ട് കുട്ടികളെ നടുവിലിടുക. അപ്പോൾ ടീച്ചർ കുടുങ്ങുമ്പോൾ പഠിക്കും. അതാണ് ദിസ് ക്യാൻ ബി ഡൺ ബൈ പ്രൊവൈഡിങ് പ്ലേസ്മെൻറ്റ്സ് ഇൻ വേരിയസ് ECC സെൻറ്റർ ആൻഡ് ലെറ്റിംഗ് ദ ട്രെയിനീസ് എക്സ്പീരിയൻസ് ഫോർ ദംസെൽസ് ഹൗ ടു വർക്ക് വിത്ത് ചിൽഡ്രൻ. കൊണ്ടുപോയി വ്യത്യസ്ത ട്രെയിനിങ് സെൻറ്ററുകളിൽ കൊണ്ടുപോയിട്ട് LKG UKG സെൻറ്ററുകളിലോ മോണ്ടിസോറി സ്കൂളിലോ കൊണ്ടുപോയി ഇവരെ പ്ലേസ് ചെയ്യാം, എന്നിട്ട് പണിയെടുക്കാം. അപ്പോൾ ആദ്യം കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. പക്ഷേ 2-3 മാസക്കാലം അവിടെ ഇടപെടുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി നല്ല കോൺഫിഡൻസും ട്രെയിനിങ് ഒക്കെ അവർക്ക് കിട്ടും. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് ടു എൻഹാൻസ് ക്രിയേറ്റിവിറ്റി സച്ച് ആസ് ടോയ് മേക്കിംഗ്. ഇവരെ ടോയ് മേക്കിംഗ് പഠിപ്പിക്കുക, പെയിൻറ്റിങ് പഠിപ്പിക്കുക, സ്റ്റോറി ടെല്ലിംഗ് പഠിപ്പിക്കുക, മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ്, ഇതെല്ലാം ട്രെയിനീസിന് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഇവർ കൂടുതൽ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതാണ് ഓൾ എഫേർട്സ് ബൈ ദ ട്രെയിനീസ് ഷുഡ് ബി അപ്രീസിയേറ്റഡ്. ട്രെയിനികളെ എല്ലാ എഫേർട്ടുകളെയും അപ്രീസിയേറ്റ് ചെയ്യണം. യെസ്, വെരി ഗുഡ്, ഫെൻറ്റാസ്റ്റിക്, എലാസ്റ്റിക്, പ്ലാസ്റ്റിക് എന്നെല്ലാം പറയാം, വെറുതെ പറയാം, സൂപ്പറാണ്, ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. പലപ്പോഴും പല സ്ഥാപനങ്ങളിലും കാണുന്നത് ട്രെയിനിങ്ങിന് വരുന്ന ആളുകളോട് ഒരു മൃഗീയമായ പെരുമാറ്റം, അവരെ കുറ്റം പറയുക, അവരെ വെറുക്കുക, അങ്ങനെ പാടില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ആരും തന്നെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ ട്രെയിനിങ് എല്ലാം എടുത്ത് വരുന്നതല്ല, എക്സ്പീരിയൻസ് ഒക്കെ പിന്നീട് ആവുന്നതാണ്. അപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വർക്കർ ഇൻ ആൻ ECC സെൻറ്റർ ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഷി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡ് ദ സെൻറ്റർ. നമുക്ക് മനസ്സിലാക്കേണ്ടത് തമാശയും കളിയൊന്നും അല്ല. ഇനി നമ്മളൊരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് വിട്ടാൽ നമ്മൾ അവിടെ പോയി അവിടെ ക്ലാസ്സൊക്കെ എടുത്ത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ മേലിൽ ഒരു വിശ്വാസമുണ്ട് അവിടുത്തെ കുട്ടികൾക്കും പാരൻസിനും. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ആണ്, തമാശയാണെന്ന് വിചാരിച്ചിട്ട് എന്തേലും ചെയ്യാൻ പാടില്ല. വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധം നമുക്കും ഉണ്ടാവണം. അതേപോലെ തന്നെ തെറ്റുകൾ ആരെങ്കിലും പറഞ്ഞു തന്നാൽ ട്രെയിനി എന്ന രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും, നീ ആരാ എൻ്റെ കുറ്റം പറയാനെന്ന് ചിന്തിക്കുന്നതിന് പകരം അതൊരു ഫീഡ്ബാക്കായി എടുത്തിട്ട് എവിടെയാണോ തിരുത്തലുകൾ വേണ്ടത് എന്ന് മനസ്സിലാക്കി തിരുത്തലുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ പോകാൻ തയ്യാറാകുമ്പോഴാണ് നല്ല ടീച്ചറായിട്ട് മാറുന്നത്.
ഇനി നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെത്തേഡ് ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. പിന്നെ തർക്കങ്ങൾ വരും. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങളാണ്. തർക്കങ്ങൾ സ്വാഭാവികമാണ്. എവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം തർക്കങ്ങൾ വരും. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വേറൊരു ടീച്ചറും കൂടിയാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഈഗോ പ്രവർത്തിക്കും. അവളാ വലുത്, ഞാനാ വലുത്, അവളെന്താ അങ്ങനെ, ഇവളെന്താ ഇങ്ങനെ. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ സ്വാഭാവികമാണ്. ഇറ്റ് ഓഫൺ എമേർജസ് മോർ വെൻ പീപ്പിൾ ആർ സ്ട്രെസ്ഡ്, അല്ലേ? കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെസ് ആകുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. എല്ലാവരും പ്രഷറിലുണ്ടാകുമ്പോൾ, സമ്മർദ്ദത്തിലുണ്ടാകുമ്പോഴാണ് എല്ലാവരും എന്താവുന്നത്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം? ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു ടീച്ചറും അടിച്ചു പിരിഞ്ചി എന്ന് വിചാരിക്കാം. എങ്ങനെ അതിനെ നമുക്ക് സോൾവ് ചെയ്യാം? റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. നമുക്ക് പ്രശ്നം ഉണ്ടായാൽ അതിന് പരിഹാരമാണ് വേണ്ടത്. നമ്പർ 1 മീഡിയേഷനാണ്, മധ്യസ്ഥത. രണ്ടാൾ തമ്മിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ തീരില്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി മീഡിയേറ്ററായിട്ട് ഒരാളെ വെക്കാം. വാ ഇങ്ങോട്ട് വാ, രണ്ടുപേരും വാ, ഞാൻ പറയാം എന്താ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളിങ്ങനെ ഇരുന്ന്, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലുള്ള രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയേ, ഒന്ന് ആ കൈയൊക്കെ കൊടുത്തേന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കൈയെല്ലാം കൊടുത്ത് അവരാ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള മീഡിയേഷൻ. പല സ്ഥാപനങ്ങളിലും മീഡിയേറ്റർമാരുണ്ടാകും. ആരുടെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മീഡിയേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മീഡിയേഷൻ, മധ്യസ്ഥത, അത് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. ഓക്കെ, സോ മീഡിയേറ്റർ ഈസ് എ പേഴ്സൺ ഹൂ സോൾവ്സ് ദ കോൺഫ്ലിക്ട്സ്. കോൺഫ്ലിക്റ്റ് ചർച്ച ചെയ്യുന്ന, സോൾവ് ചെയ്യുന്ന ആളെയാണ് എന്ന് വിളിക്കുന്നത് മീഡിയേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോംപ്രമൈസ്. പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരു വഴി എന്താ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനുള്ള വഴി? ഒരാൾ വിട്ടുവീഴ്ച നടത്തുക, കോംപ്രമൈസ് ചെയ്യാം. കുഴപ്പമില്ല, സോറി എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് കേട്ടോ, അത് വലിയൊരു ക്വാളിറ്റിയാണ് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ അവൾ വരട്ടെ ഇവള് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്രമൈസ് ഒക്കെ ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത്, പല ഡിവോഴ്സ് കേസുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കോംപ്രമൈസ് ഇല്ല. അവൾ എന്നോട് മിണ്ടട്ടെ, ഞാൻ അവളോട് മിണ്ടട്ടെ, അങ്ങനെ ഈഗോ വെച്ചിട്ട് നമ്മൾ ഒരാൾ ഓക്കെ സോറിയടാ, ഞാൻ അറിയാത്ത ആ ഒരു സന്ദർഭത്തിന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, നീ എന്നോട് ക്ഷമിച്ചേക്ക്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു കോംപ്രമൈസ് നടത്തിക്കൂടെ? നമുക്ക് രണ്ടുപേരും ഒരു പരസ്പര ധാരണയോടും കൂടെ എന്തായാലും പറ്റിപ്പോയി, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു 500 രൂപ നഷ്ടപരിഹാരം തരാം. അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധന വെച്ചിട്ടോ, ഉപാധി വെച്ചിട്ടോ, കണ്ടീഷൻ വെച്ചിട്ടോ, എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒരു കോംപ്രമൈസ് സെഷൻ വെക്കുക. പക്ഷേ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കോംപ്രമൈസ് വെക്കരുത്. രണ്ടാളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കോംപ്രമൈസുകൾ വെക്കുക. ഈ രണ്ട് പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ് മീഡിയേഷനും അതുപോലെ കോംപ്രമൈസുകളുമാണ് സാധാരണയായിട്ട് കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്.